കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. 1 ശമൂവേലിൻ്റെ പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. യോനാഥാൻ തൻ്റെ ആയുധവാഹകനായ ബാല്യക്കാരനോട്, വരിക, നമുക്ക് ഈ അഗ്രചർമ്മികളുടെ പട്ടാളത്തിൻ്റെ നേരെ ചെല്ലാം. പക്ഷേ യഹോവ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അധികം കൊണ്ടോ അല്പം കൊണ്ടോ രക്ഷിക്കുവാൻ യഹോവയ്ക്ക് പ്രയാസമില്ലല്ലോ എന്ന് പറഞ്ഞു. ഈ വാക്യങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ശൗല് ഇസ്രായേലിൻ്റെ രാജാവായിരിക്കുന്ന സമയത്ത് ഫിലിസ്തീനുമായിട്ട് നേരിട്ട് നടന്ന യുദ്ധത്തിൽ യോനാഥാനാണ് അതിൻ്റെ മുന്നണിയിൽ നിൽക്കുവാൻ തക്കവണ്ണം ഇടവന്നത്. എന്നാൽ ആൾ കുറയുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ യോനാഥാൻ തൻ്റെ ബാല്യക്കാരനോട് പറഞ്ഞ ഒരു ഭാഗമാണ് നമ്മളിവിടെ വായിച്ചത്. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ, ആ വാക്ക് എന്താണ് പറയുന്നത്? യോനാഥാൻ പറയുകയാണ് ബാല്യക്കാരനോട്, നമുക്ക് ഈ അഗ്രചർമ്മികളുടെ പട്ടാളത്തിൻ്റെ നേരെ ചെല്ലാം. പക്ഷേ യഹോവ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ആൾക്കൂട്ടമില്ലെങ്കിലും ഇല്ലെങ്കിൽ സൈന്യാധിപന്മാർ യുദ്ധം ചെയ്യാൻ ആവശ്യമായ ബലമോ യോനാഥാൻ്റെ ഭാഗത്തില്ലെങ്കിൽ യോനാഥാനും ഒരു ബാല്യക്കാരനും മാത്രം, ഈ രണ്ടുപേരും കൂടെ യോനാഥാൻ പറയും, നമുക്ക് ചെന്ന് അവരുടെ പട്ടാളത്തിൻ്റെ നേരെ ചെല്ലാം. പക്ഷേ യഹോവ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അടുത്ത് പറയുന്ന വാചകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അല്പം കൊണ്ടോ അധികം കൊണ്ടോ രക്ഷിക്കുവാൻ യഹോവയ്ക്ക് പ്രയാസമില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം അധികമായിരുന്നാലും അല്പമായിരുന്നാലും, അല്പം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ രണ്ടുപേരെ കൊണ്ടും ദൈവത്തിന് ഫിലിസ്തീനെ തോൽപ്പിക്കാൻ കഴിയും. ഇല്ല, അധികം പേരാണെങ്കിലും ദൈവത്തിനത് പ്രയാസം അല്ല. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഈ പ്രഭാതത്തിൽ ഒരു ചിന്ത ഞാൻ നിങ്ങളോട് കൈമാറുവാൻ ആഗ്രഹിക്കും. ദൈവത്തിൻ്റെ പ്രവൃത്തികളെ നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് തന്നെ അതിശയമെന്ന് തോന്നും, അല്ലേ? വേറെ പുസ്തകം നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിലത് ആശ്ചര്യമാകുന്നു എന്ന് പറയുന്ന ഭാഗത്തെ നമുക്കറിയാം. വേറെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ വെള്ളത്തിൽ കാൽ ചവിട്ടിയാൽ യോർദാൻ മുറിഞ്ഞു മാറുമോ? ഇല്ല. പക്ഷേ യോശുവയുടെ കാലഘട്ടത്തിൽ യോർദാൻ്റെ വെള്ളത്തിങ്കൽ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ കാൽ അവിടുത്തെ വെള്ളത്തിൽ ചവിട്ടിയപ്പോൾ വെള്ളം രണ്ടായി മുറിഞ്ഞു മാറി. സ്തോത്രം. ഒരു വടി നീട്ടി പിടിച്ചാൽ മാനുഷികമായി അസാധ്യമാണോ ഒരു ചെങ്കടൽ പിളർക്കുക എന്നുള്ളത്? അല്ല. പക്ഷേ മോശ എന്ന ദൈവമനുഷ്യൻ്റെ വടിയുടെ മുൻപിൽ ചെങ്കടൽ വഴിമാറുവാൻ തക്കവണ്ണം ഇടവന്നു. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, നമുക്കൊരു പക്ഷേ പലതും ഫേസ് ചെയ്യാനുള്ള ബലം, ശക്തി നമുക്ക് മാനുഷികമായിട്ട് കുറവായിരിക്കും. എന്നാൽ ദൈവത്തിന് അസാധ്യമല്ല. സ്തോത്രം. ദൈവത്തിന് അത്ഭുതങ്ങളെ ചെയ്യുവാൻ തക്കവണ്ണം കഴിയും. നീ ഒരാളല്ല, ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നാലും, എതിരെ നിൽക്കുന്ന ശത്രുക്കൾ നമ്മളെക്കാൾ പ്രബലന്മാരായിരുന്നാലും, നമ്മളെക്കാൾ ശക്തരായിരുന്നാലും, നാം എന്ന ഒറ്റ വ്യക്തിയെ കൊണ്ട്, ഇല്ലെങ്കിൽ എന്നെ കൂടെ ഒരാളും കൂടെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് അത്ഭുതങ്ങളെ ചെയ്യിപ്പിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. അതാണ് യോനാഥാൻ പറഞ്ഞത്. നമ്മൾ രണ്ടുപേരും കൂടെ ചെന്ന് ആ അഗ്രചർമ്മികളെ നമുക്ക് പരാജയപ്പെടുത്താൻ കഴിയും. ആ പരാജയപ്പെടുത്തുമ്പോൾ ദൈവത്തിന് അല്പം കൊണ്ടും അധികം കൊണ്ടും പ്രവർത്തിപ്പാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് അല്പമെന്ന് വിചാരിച്ച് പിൻവലിയണ്ട, ബലമില്ല എന്ന് വിചാരിച്ച് സ്തോത്രം പിറകിലോട്ട് മാറണ്ട. ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുക. ചെറുതിനെ കൊണ്ടും അത്ഭുതങ്ങളെ ചെയ്യുവാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ഭാരപ്പെടാതെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവമുഖത്തേക്ക് നോക്കിക്കൊണ്ട് മുന്നോട്ട് പോകാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവ്, ഈ സന്ദേശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും തൃക്കരങ്ങൾ തരികയാണ്. അവിടുന്ന് ചിറകടി മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ കർത്താവ് സന്ദേശം കേട്ടുകൊണ്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് അനുഗ്രഹിച്ചാട്ട് എല്ലാവിധമായ നന്മകളാലും അനുഗ്രഹങ്ങളാലും ദൈവം നിറച്ച് മാനിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സമസ്തവും ഏൽപ്പിക്കുന്നു. മഹത്വം അങ്ങേക്ക്. യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലെസ് യു.